വേനൽ ചൂടിനും നോമ്പൊക്കെ അല്ലേ, ആ ടൈമിന് പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീട്ടിലുള്ള നമ്മുടെ ഫ്രൂട്ട്സ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റിൽ നമുക്ക് 1 ലിറ്റർ പാലാണ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഷുഗർ, ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ പാല് തിള വരാറായി. നമുക്കിതിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതനുസരിച്ച് വേണം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണേ, സൂപ്പറാണ്. പാലൊന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ബൗളിലേക്ക് പാല് മാറ്റി കൊടുക്കാം. ചവ്വരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്യാം. ഞാൻ ചെറുതാണ് എടുത്തത്. നമ്മുടെ കയ്യിൽ വലുതാണുള്ളതെങ്കിൽ വലിയ ചവ്വരി എടുത്താലും മതി. ഏതായാലും ഓക്കെയാണ്. ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. നമുക്കിനി ചവ്വരി കുക്ക് ചെയ്യാം. കുറച്ച് അധികം വാട്ടറാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് സാഗോ നല്ല വാഷ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേണം കേട്ടോ ഇത് കുക്കായി വരാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കേട്ടോ കറക്റ്റ് കുക്കായിട്ടുണ്ട്. നല്ല മുത്തുമാതിരി ഇരിക്കുകയായിരുന്നല്ലേ. ട്രാൻസ്പെറൻ്റ് ആവണം, അതാണ് അതിൻ്റെ കറക്റ്റ് പരിപാടി. ഓവർ കുക്കാവരുത്, കഞ്ഞി മാതിരിയൊക്കെ ആയിപ്പോൾ. അപ്പം നമുക്കിത് പ്ലെയിൻ പോകാം. നെക്സ്റ്റ് ഇത് അരിച്ചെടുക്കാം. ഇതിലേക്ക് പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് കസ്കസ് 2 സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വാട്ടർ. ഒരു 10 മിനിറ്റ് അത് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചിയ സീഡ് അല്ലെങ്കിൽ സബ്ജ സീഡ്, അതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ പാല് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് ചവ്വരി, വേവിച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കുതിർത്ത സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ആപ്പിള്, ഗ്രീൻ കളർ ഗ്രേപ്സ്, ബ്ലാക്ക് മുന്തിരി, മാതളം, നേന്ത്രപ്പഴം. നമുക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നേന്ത്രപ്പഴമാണ് എടുത്തേക്കണം. ചെറിയ പഴം ഉണ്ടെങ്കിൽ ചെറിയ പഴം എടുക്കാം. ഇതിലേക്ക് കയ്യിൽ ജെല്ലി ഉള്ളതുകൊണ്ട് ഞാൻ ജെല്ലി ഇട്ട് കൊടുക്കണേ. ഇനി ഇത് നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചതിന് ശേഷം ഇത് യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്.